കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ രണ്ടാഴ്ചക്കിടെ 441 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പിന്റെ അവസാന കണക്ക്. 5 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വാട്ടർ അതോറിറ്റിയുടേത് ഉൾപ്പെടെ വിവിധ ജലവിതരണ സ്രോതസ്സുകളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം ലഭിക്കുവാൻ ഒരാഴ്ച സമയമെടുക്കും. സംസ്ഥാനതല RRT യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, സംസ്ഥാനതല RRT യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നുള്ള അവസാന അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാവും തുടർ നടപടികൾ? എന്താണ് നിലവിലെ സ്ഥിതിഗതി? സംഗീത, കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ രണ്ടാഴ്ചക്കിടെ 441 പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് ഒരു കണക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 5 പേർ ഇപ്പോഴും ആശുപത്രിയിലാണെന്നും പറയുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ സംഘം കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. വാട്ടർ അതോറിറ്റിയുടേതുൾപ്പെടെ വിവിധ ജലവിതരണ സ്രോതസ്സുകളിലെ വെള്ളം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിശോധനാ ഫലം ലഭിക്കാൻ ഒരാഴ്ച സമയമെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനതല RRT യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ 3 ജലസ്രോതസ്സുകൾ വഴിയാണ് കൃത്യമായി ഫ്ളാറ്റിലേക്ക് ജലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്രോതസ്സുകൾ ഓരോന്നായി നിർത്തിവെച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനൊടുവിൽ കൃത്യമായി എവിടെ നിന്നാണോ ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. സംഗീത. ശരി സഹിൻ, ജലവിതരണ സ്രോതസ്സുകളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം ലഭിക്കുവാൻ ഒരാഴ്ച സമയമെടുക്കും. സംസ്ഥാനതല RRT യോഗം ചേർന്നാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. സഹിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.